ഇന്ന് കുട്ടിസ്രാഗാണ് കേട്ടോ കിട്ടിയേക്കണത്. ഇത് വർഷത്തിലാണ് ഇട്ടത് കിട്ടണം. വർഷത്തിൽ ഒരു ഈ മാസം കഴിഞ്ഞ മാസമൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ സമയം. അപ്പോൾ ഇതിന് ഇപ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല പച്ചയാണിത്, മുനമ്പത്തെ ഉണ്ടാ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ നെയ്യ് കണ്ട, ഇതിൻ്റെ തലഭാഗം എടുത്തില്ല, എന്താ വാൽഭാഗമാണ് എടുത്താക്കണത്. ഒരു 2 കിലോയൊക്കെ ഉണ്ടാവും, 2 കിലോ കൂടുതലുണ്ടാവും ഇത്. ഇതിൻ്റെ മുള്ളൊന്നും കളയണ്ട, ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് മുറിച്ചിട്ട് തിളച്ച വെള്ളത്തിലിടണം. ഇതെല്ലാവർക്കും അങ്ങനെ ഇതിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് കഴിക്കും. ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിക്കാം. അധികം സമയം ഇടരുത് കേട്ടോ. കുറച്ച് നേരം ഇട്ടിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചൂട് മാറ്റാം. ഒരു പൂഴി മണ്ണ് പോലത്തെ ഒരു സാധനമാണ് ഉള്ളത്. കൈക്ക് തേച്ചെറി എടുത്താൽ മതി. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, ചുമന്നുള്ളി അധികം വേണം. ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കാറില്ല. ചുമന്നുള്ളിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചേർക്കേണ്ടത്. കുടപ്പുളി നേരത്തെ വെള്ളത്തിലിടാം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി വെള്ളത്തിലിട്ട് കുതിർത്തി ഇത് വെച്ചതിന് ശേഷമാണ്, കുടപ്പുളിയും കൂടി വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷമാണ് ഈ മീൻ വെട്ടാനിരിക്കുന്നത് കേട്ടോ. അതിനെ കുറച്ച് കടുകും ഉലുവയും കൂടി പൊട്ടിക്കണം. എന്നിട്ട് ഇതെല്ലാവരും വാട്ടി പച്ചവെള്ളം ഒഴിച്ചാൽ മതി, തേങ്ങാപ്പാൽ വേണ്ട. ഇതിന് ഭയങ്കര നെയ്യാണെങ്കിലും ഇതിന് ഭയങ്കര ടേസ്റ്റ് പണി. നെയ്യ് കഷ്ണങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഇരിക്കും. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ സമയത്ത്. ഇത് കപ്പ കൂട്ടി കഴിക്കുക, ചോറ് കൂട്ടി കഴിക്കുക, എങ്ങനെ വേണമെങ്കിലും കഴിച്ചാലും ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണിത്. ഇത് 2 പ്രാവശ്യം കിട്ടിയേട്ടാ. ആദ്യം കിട്ടിയത് തലഭാഗമാണ് കിട്ടിയത്. അതും ഇങ്ങനെ തന്നെ ഞാൻ കറി വെച്ച്.